ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ 4 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് പ്രഖ്യാപിച്ചത്. ഓണത്തിരക്കിനെ തുടർന്ന് നിലവിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളിലെല്ലാം ടിക്കറ്റ് തീർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് റെയിൽവേയുടെ നീക്കം. ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് ഉദ്ന ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് വില്ലുപുരം ജംഗ്ഷൻ, ഉദ്ന ജംഗ്ഷൻ എന്നിവയാണ് പുതുതായി പ്രഖ്യാപിച്ച ട്രെയിനുകൾ. 0610 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് വൺ വേ എക്സ്പ്രസ് സ്പെഷ്യൽ. സെപ്റ്റംബർ 2 രാത്രി 7:30 മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് സെപ്റ്റംബർ 3 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം നോർത്തിലെത്തും. മഞ്ചേശ്വരം, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ജംഗ്ഷൻ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകൾ. 06:127 ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം നോർത്ത് വൺ വേ സ്പെഷ്യൽ. ഓഗസ്റ്റ് 31 ഉച്ചയ്ക്ക് 12:45 ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് സെപ്റ്റംബർ 1 രാവിലെ 7:15 തിരുവനന്തപുരം നോർത്തിലെത്തും. ആരക്കോണം, കാട്ട്പാടി, ജോലാർപേട്ട, സേലം, നാമക്കൽ, കരൂർ, ഡിണ്ടിഗൽ, കൊടൈക്കനാൽ റോഡ്, മധുര, വിരുദനഗർ, ശിവകാശി, രാജപാളയം, ശങ്കരൻ കോവിൽ, കടയനല്ലൂർ, തെങ്കാശി, ചെങ്കോട്ട, തെന്മല, പുനലൂർ, ആവണേശ്വരം, കൊട്ടാരക്കര, കുണ്ടറ, കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ. 06:137 തിരുവനന്തപുരം നോർത്ത് ഉദ്ന ജംഗ്ഷൻ വൺ വേ എക്സ്പ്രസ് സ്പെഷ്യൽ. സെപ്റ്റംബർ 1 തിങ്കളാഴ്ച രാവിലെ 9:30 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് സെപ്റ്റംബർ 2 രാത്രി 11:45 ഉദ്ന ജംഗ്ഷനിൽ എത്തും. കൊല്ലം, ശാസ്താംകോട്ട, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ, ആലുവ, തൃശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു ജംഗ്ഷൻ, ഉടുപ്പി, മൂകാംബിക റോഡ്, ബൈദൂർ, ഹൊന്നാവർ, കാർവാർ, മഡ്ഗാവ് ജംഗ്ഷൻ, ടിവിം, കങ്കാവലി, രത്നഗിരി, ചിപ്ലുൻ, രോഹ, പൻവേൽ, വാസായി റോഡ്, വാപ്പി, വൽസാദ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകൾ ഉണ്ടാകും. 06:159 വില്ലുപുരം ജംഗ്ഷൻ ഉദ്ന ജംഗ്ഷൻ വൺ വേ എക്സ്പ്രസ് സ്പെഷ്യൽ. സെപ്റ്റംബർ 1 രാവിലെ 10:30 വില്ലുപുരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ട പിറ്റേ ദിവസം രാവിലെ 5:30 ഉദ്ന ജംഗ്ഷനിലെത്തും. ചെങ്കൽപ്പേട്ട്, താമ്പരം, ചെന്നൈ എഗ്മോർ, പേരാമ്പൂർ, ആരക്കോണം, കാട്ട്പാടി, ജോലാർപേട്ട, സേലം, ഈറോഡ്, തിരുപ്പൂർ, പോത്തന്നൂർ, പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗളൂരു ജംഗ്ഷൻ, ഉടുപ്പി, കാർവാർ, മഡ്ഗാവ് ജംഗ്ഷൻ, ടിവിം, കങ്കാവലി, രത്നഗിരി, ചിപ്ലുൻ, രോഹ, പൻവേൽ, വാസായി റോഡ്, വാപ്പി, വൽസാദ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുകളുണ്ട്. അതേസമയം തിരക്കേറിയ 7 റൂട്ടുകളിലൂടെ ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ അധിക കോച്ചുകൾ നൽകാനുള്ള നീക്കവുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിരുന്നു. 20 കോച്ചുകളാണ് അധികമായി ചേർക്കുന്നത്. പാസഞ്ചർ ഓക്യുപ്പൻസി വർദ്ധിച്ചതോടെയാണ് പുതിയ തീരുമാനം. 144 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 102.1% യാത്രക്കാരെയാണ് വന്ദേ ഭാരതിൽ രേഖപ്പെടുത്തിയത്. ഇക്കൊല്ലം ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം 105.3% യാത്രക്കാരും വന്ദേ ഭാരതിൽ യാത്ര നടത്തി. മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ, സെക്കന്ദരാബാദ് തിരുപ്പതി, ചെന്നൈ എഗ്മോർ തിരുനെൽവേലി, മധുര ബംഗളൂരു കാൺ, ദിയോഗർ വാരണാസി, ഹൗറ റൂർക്കേല, ഇൻഡോർ നാഗ്പൂർ എന്നീ റൂട്ടുകളിലാണ് അധിക കോച്ചുകൾ ചേർക്കുന്നത്. 16 കോച്ച് ട്രെയിൻ എന്നത് 20 കോച്ചായും 8 കോച്ച് എന്നത് 16 കോച്ചായും വിപുലീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ പാസഞ്ചർ ഓക്യുപ്പൻസി കണക്കിലെടുത്താണ് തീരുമാനം. മംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, സെക്കന്ദരാബാദ് തിരുപ്പതി, ചെന്നൈ എഗ്മോർ തിരുനെൽവേലി എന്നീ 3 വന്ദേ ഭാരത് റൂട്ടുകൾ 16 കോച്ചുകളിൽ നിന്ന് 20 വികസിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ 8 കോച്ച് ട്രെയിനുകൾ സർവീസ് നടത്തുന്ന മറ്റ് 4 റൂട്ടുകളും എണ്ണം 16 വർദ്ധിപ്പിക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.